ആർക്കും പാർട്ടിക്കകത്ത് ആർക്കും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന ഒരു പാർട്ടിക്കകത്ത് ആ ഒരു പാർട്ടിയെ നയിക്കാനുള്ള കഴിവാണ് നമ്മളെ മാനദണ്ഡം. ശശി തരൂരിനെ സംബന്ധിച്ച് നല്ല മനുഷ്യനാണ്, അദ്ദേഹത്തിന് നല്ല അറിവുണ്ട്. പക്ഷേ പാർട്ടിയുടെ സംഘടനാ രംഗത്ത് ശശി തരൂറിന് അത്രയൊന്നും പാരമ്പര്യമോ പ്രജിയോ ഇല്ല. അത് മനസ്സിലാക്കണം. ഇപ്പം ഞങ്ങളൊക്കെ KPC പ്രസിഡൻ്റ് ആവുന്നതിന് മുമ്പ് മണ്ഡലം തലത്തു നിന്ന് വളർന്നാണ് ഞാനൊക്കെ KPC പ്രസിഡൻ്റ് ആവുന്നത്. ഒട്ടുമിക്ക നേതാക്കന്മാരുടെയും രാഷ്ട്രീയ ചരിത്രം അങ്ങനെയാണ്. ശശി തരൂറിന് പ്രവർത്തന രംഗത്തുള്ള പരിചയം എന്ന് പറയാവുന്നത് വളരെ വളരെ പരിമിതമാണ്. ബുദ്ധിയുണ്ട്, അദ്ദേഹത്തിന് കഴിവുണ്ട്. ബുദ്ധിയും കഴിവും കൊണ്ടൊരു പാർട്ടി ഭരിക്കാൻ കഴിയില്ല. പാർട്ടി ഭരിക്കണമെങ്കിൽ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചിട്ടുള്ള തഴക്കവും പഴക്കവും അനിവാര്യമാണ്. അത് വയസ്സ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഏജ് അല്ല പ്രശ്നം. പരിചയ സമ്പന്നതയാണ് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഏറ്റവും വലിയ കൈമുതൽ. പ്രായമുണ്ടെങ്കിലും ആരോഗ്യമുള്ള ഒരാൾക്ക് പാർട്ടി പ്രവർത്തനം നടത്താൻ ഒരു പ്രയാസമില്ല. അതുകൊണ്ട് ഞാനതിനെ ന്യായീകരിക്കുകയല്ല. ഇപ്പോൾ ശശി തരൂർ പാർട്ടിയിലകത്ത് ഏത് പൊസിഷനിൽ വരുന്നതിനും വ്യക്തിപരമായി ഞാൻ സ്വാഗതം ചെയ്യുന്നൊരുത്തനാണ്. ഞാൻ അദ്ദേഹത്തോട് തന്നെ പലപ്പോഴും പറയാറുണ്ട്, ഈ പല രംഗത്തും അദ്ദേഹത്തിന് പാർട്ടിയെ സഹായിക്കാൻ സാധിക്കുന്ന രംഗങ്ങളുണ്ട്. ആ രംഗത്തോട്ട് കടക്കണമെന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട് പരസ്പരം. എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമാണ്, സ്നേഹമാണ്, അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ എനിക്ക് എൻ്റേതായൊരു നയമുണ്ട് പാർട്ടിക്കകത്ത്. പരിചയസമ്പന്നത എന്ന് പറയുന്നത് പാർട്ടിക്ക് ഏറ്റവും അനിവാര്യമാണ്. പ്രത്യേകിച്ചും ഒരു അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ വലിപ്പവും വലിമയും അതിൻ്റെ അകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഉത്തരവാദിത്വങ്ങളൊക്കെ വളരെ വലുതുണ്ട്. പ്രത്യേകിച്ചും കോൺഗ്രസിനെ പോലത്തെ ഒരു പാർട്ടി, അതും പ്രത്യേകിച്ചിട്ടും ഇത്രയും വലിയ പ്രതികൂല രാഷ്ട്രീയ സാഹചര്യത്തിൽ നീന്തി തുടിക്കുന്ന ഒരു പാർട്ടി. ആ പാർട്ടി മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ പ്രവർത്തന പരിചയം നിശ്ചയമായും അനിവാര്യമാണ്. അത് അപ്പോൾ ഇത്രയും എക്സ്പീരിയൻസും ഇത്രയും ഒരു നല്ല പ്രൊഫൈലും ഇതേപോലെ യൂത്തിന് ഏറ്റവും കണക്ട് ചെയ്യുന്ന ഒരു നേതാവ് കൂടിയാണ് ശശി തരൂർ. അയാളെക്കാളും ഈ ക്വാളിറ്റീസ് എല്ലാം 80 വയസ്സായ ഖാർഗെക്ക് ഉണ്ടെന്നാണ്. അല്ല, ഖാർഗെ ചെറുപ്പത്തിലെ പാർട്ടിൻ്റെ അകത്ത് കടന്നു വന്ന് വളർന്ന ആളുകളാണ്, സംഘടനാ രംഗത്തൂടെ വളർന്നു വന്ന ആളാണ് അയാൾ. ശശി തരൂറിന് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അദ്ദേഹം മറ്റൊരു ഫീൽഡിൽ നിന്ന് പാർട്ടിയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നയാളാണ്. അപ്പോൾ അദ്ദേഹം അത് പഠിക്കേണ്ട കാര്യവുമില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് ആവശ്യമായിരുന്നില്ല അന്ന്. അദ്ദേഹം കഴിവും പ്രാപ്തിയുമുള്ള നല്ല ഒരു ബുദ്ധിയൊക്കെയുള്ള നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം, തർക്കമൊന്നുമില്ല കാര്യത്തിൽ. പക്ഷേ അത് രാഷ്ട്രീയത്തിൽ അതല്ല ആവശ്യം. രാഷ്ട്രീയത്തിൽ നമുക്കിപ്പോൾ ആവശ്യം പരിചയസമ്പന്നതയാണ്. നമ്മളത് പറയുമ്പോൾ തന്നെ ഒരു മിസ്മാച്ച് ഇല്ല. അതായത് ഖാർഗെയുടെ കാര്യം താങ്കൾ പറഞ്ഞു, രാഹുൽ ഗാന്ധി പ്രസിഡന്റ് ആകുന്ന സമയത്തും രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ഒരുപാട് പരിചയമൊന്നും ഇല്ലായിരുന്നു. താഴെത്തട്ടിൽ പ്രവർത്തിച്ചു വന്ന ആളല്ല. രാഹുൽ ഗാന്ധിക്ക് ഉള്ള അതേ പരിചയം തരൂറിനും ഇല്ലേ? പക്ഷേ രാഹുൽ ഗാന്ധി ഇപ്പം അത് വേണ്ട എന്ന് പറയുന്നുണ്ട്. തിരിച്ചറിവിൻ്റെ ഫലമാണ്. പരിചയസമ്പന്നത ഇല്ലാത്തത് കൊണ്ടുണ്ടായ അപകടം എന്ത് എന്നുള്ള പഠനത്തിൽ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. ഞാൻ ഇപ്പോൾ ആവുന്നില്ല എന്നേ പറയുന്നുള്ളൂ. അദ്ദേഹം ആവുന്നില്ല എന്ന് പറയുന്നില്ല. ഞാൻ ഇപ്പോഴില്ല അതേ അദ്ദേഹം പറയുന്നുള്ളൂ. അതൊരു അനുഭവ സമ്പത്തിൻ്റെ പശ്ചാത്തലത്തിലാവാം എന്ന് ഞാൻ കരുതുന്നു. പറഞ്ഞു മനസ്സിലായില്ലേ? രാഹുൽ ഗാന്ധി ഫെയിലിയർ ആയിരുന്നു എന്നൊന്നും ഞാൻ പറയില്ല. അങ്ങനെയൊന്നും പറയാനും പറ്റില്ല. കാരണം വെച്ചാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അകത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ അസ്തിത്വം എന്ന് പറയുന്നത് ഈ ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യം നേടുന്നത് മുതൽ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷവും ഈ രാജ്യത്തിൻ്റെ വികസനവും ഈ രാജ്യത്തിന് വേണ്ടുന്ന എല്ലാ നടപടിക്രമങ്ങളും ജനഹിതമനുസരിച്ച് പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളതിനെ വിലയിരുത്തുന്നത്. ഇന്നിപ്പം നമുക്ക് കോൺഗ്രസ്സിന് ആ സ്ഥാനത്തില്ല. ഇന്നിപ്പം ഇവിടെ വർഗീയ ഫാസിസം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന, പണം കൊണ്ട് ജനാധിപത്യത്തെ വിലക്കെടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അധീശത്വത്തിലാണ് ഇന്ന് ഇന്ത്യ. അതിനോട് ഫൈറ്റ് ചെയ്യണം, അതിനെ എതിർക്കാൻ സാധിക്കണമെങ്കിൽ സാമാന്യം കഴിവുള്ള ഒരാളുകൾക്കൊന്നും സാധിക്കില്ല. അതിൻ്റെ ഒരു തിരിച്ചറിവാണ് രാഹുൽ ഗാന്ധിയുടെ. രാഹുൽ ഗാന്ധി എക്സ്പീരിയൻസ്ഡ് ആവാൻ നോക്കുകയാണ്. ഇപ്പോൾ ഈ ഭാരത് ജോഡോ പരിപാടി എന്താണ്? അദ്ദേഹം ഒരു എക്സ്പീരിയൻസ്ഡ് പൊളിറ്റീഷ്യൻ ആവാനുള്ള തുടക്കമാണത്. പണ്ട് ആദ്യം മഹാത്മാഗാന്ധി ഇന്ത്യയിൽ വന്നപ്പാട് ഈ ഗ്രാമങ്ങൾ ചുറ്റുക ചെയ്തത്. ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളും ചുറ്റി എല്ലാ ഗ്രാമത്തിലെയും ജനങ്ങളെ കണ്ട് അഭിമുഖം നടത്തി സംഭാഷണം നടത്തിയിട്ടാണ് അയാൾ ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്തിയതെന്ന് ഗാന്ധി പറയുന്നുണ്ട്. അതുതന്നെയാണ് രാഹുൽ ഗാന്ധിയും ചെയ്യുന്നത്. ഇവിടെയുള്ള എല്ലാ വിഭാഗത്തിലെ ആളുകളുമായി സംസർഗം പുലർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ യാത്ര അഭൂതപൂർവമായ വിജയമാണത്. ആർക്കും തർക്കമില്ലാത്തൊരു കാര്യമാണ്. രാഹുൽ ഗാന്ധിയെ 2 കൈനീട്ടി സ്വീകരിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾ തയ്യാറാണ് എന്നതിൻ്റെ തെളിവായിട്ടാണ് ഞങ്ങൾ ഈ ഭാരത് ജോഡോനെ ഞങ്ങൾ കാണുന്നത്.
ഒരുപാട് റാലി ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് റാലിയിൽ നമ്മൾ അണിചേർന്നിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ എന്ന് പറഞ്ഞാൽ ഈ റാലി എന്ന് പറയുന്നത് വെറും ഈ ജാഥാംഗങ്ങൾ മാത്രമല്ല, റോഡിൻ്റെ 2 ഭാഗത്തും ജാഥയാണ്. കാണാൻ നിൽക്കുന്നവർ കേവലം ഒരു നിഷ്ക്രിയരായ കാഴ്ചക്കാരല്ല. ഈ വന്ന് നിൽക്കുന്ന പ്രായമുള്ള സ്ത്രീകൾ, പ്രായമുള്ള മുസ്ലിം സ്ത്രീകൾ വരെ രാഹുൽജി എന്ന് വിളിച്ച് മുദ്രാവാക്യം വിളിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ കുളിരുകയാണ്. നമുക്ക് ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകൾ പോലും കുട്ടികൾ പോലും റോഡ് നീളെ നിന്ന് അവർ രാഹുൽ ഗാന്ധിക്ക് സിന്ദാബാദ് വിളിക്കുന്നത് കാണുമ്പോൾ രാജ്യത്ത് വരുന്നൊരു മാറ്റത്തെ നമ്മൾ വിലയിരുത്തുകയാണ്. നിങ്ങൾ ചെറുതാണെന്ന് കരുതേണ്ടായത്. ഞാൻ ആദ്യം ധരിച്ചത് കേരളത്തിൽ ഇതുണ്ടാവുന്ന, കാരണം കേരളത്തിൽ നിങ്ങൾ വളരെ സുസംഘടിതമായി ഇത് സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ കർണാടക അത് തന്നെ നിൽക്കുന്നു, അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോവുക. കർണാടകയിൽ ഇന്നലെ നടന്ന റാലി എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന റാലിയാണ്. എങ്ങനെ നമുക്കറിയാലോ, നമ്മുടെ പ്രദേശവും കർണാടകയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞങ്ങളത് ഒരു ചെയിൻ ഓഫ് ബസാറാണ് കേരളം. അതിൻ്റെ പരിസരത്തെല്ലാം വീടുകളുമാണ്. അപ്പോൾ ജനസാന്ദ്രത ഇല്ലാത്തൊരു പ്രദേശം നമുക്ക് റോഡുകളിൽ ഏടിയുമില്ല. എല്ലാവരും കർണാടക അതല്ല. കർണാടകയിൽ ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലം, വിജനമായ മൈതാനം പോലെ ഒരു സ്ഥലം. എന്നിട്ട് പോലും ജനങ്ങൾ അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു വലിയ സന്ദേശം ഇന്ത്യ രാജ്യത്തെ ജനങ്ങളത് നെഞ്ചിലേറ്റി എന്നതിൻ്റെ തെളിവായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, കാശ്മീരിലെ പര്യടനം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ രാഹുൽ ഗാന്ധി ഒരു പുതിയ രാഹുൽ ഗാന്ധി ആയിരിക്കും, ഒരു തർക്കമില്ല. അനുഭവം അദ്ദേഹത്തെ ഒരുപാട് മോൾഡ് ചെയ്യുന്നുണ്ട്. നന്നായി പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഏത് വിഷയം കിട്ടിയാലും പഠിക്കാൻ ശ്രമിക്കും. അതിന് ഒരു തരത്തിലും അദ്ദേഹത്തിൻ്റെ അങ്ങോട്ട് പരസ്പരം ചോദിച്ചറിയാൻ ഒരു മടിയില്ലാത്ത ഒരാളാണ്. ആരോടും ചോദിക്കും അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഡ്രൈവറോട് വരെ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ അതിൻ്റെ പേര്? ഡ്രൈവറുടെ പേരെന്താ? അദ്ദേഹത്തോടെല്ലാം ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സംശയങ്ങൾ ചോദിക്കും പുള്ളി, ആരോടും ചോദിക്കും. അപ്പോൾ ആ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് എന്തും അറിയാനുള്ളൊരു ആകാംക്ഷയാണ്, എന്തും അറിയാനുള്ളൊരു ഉത്കണ്ഠയാണ്. ആ ഉത്കണ്ഠ ഒരു നല്ല നേതാവിൻ്റെ നല്ല ലക്ഷണമാണ്. ഇന്ത്യ രാജ്യത്ത് വിജയിച്ച എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ആ ഗുണഗണങ്ങൾ ഉണ്ടായിരുന്നു. നെഹ്റുവൊക്കെ അത് തന്നെയായിരുന്നു. ഇതുതന്നെയായിരുന്നു നെഹ്റുവിൻ്റെയും കാഴ്ചപ്പാട്. നെഹ്റു എല്ലാ സ്ഥലത്തും എല്ലാ ഗ്രാമങ്ങളിലും പോയ സാധാരണക്കാരായ ആളുകളെ കാണുകയും മെങ്കിളുകയും ചെയ്യുന്ന പതിവുണ്ട്. ഗാന്ധിജി പോയത് നമുക്കറിയാലോ. ഏതൊക്കെ ഗ്രാമത്തിൽ പോയി, ഏതൊക്കെ അമ്പലത്തിൽ പോയി, ഏതൊക്കെ പള്ളിയിൽ പോയി, ഏതൊക്കെ ആശ്രമത്തിൽ പോയി, എവിടെയെല്ലാം പോയി എല്ലാം കണ്ടും അറിഞ്ഞും അനുഭവിച്ചുമാണ് ഗാന്ധിജിയായത്. അപ്പോൾ ഒരു പരിവർത്തനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഏത് ദിശയിലും കടന്നു വരാം, മനസ്സുണ്ടെങ്കിൽ. അതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. ഞങ്ങൾക്ക് ഏറെ വലിയ പ്രതീക്ഷ രാഹുൽ ഗാന്ധിയിൽ ഞങ്ങൾക്കുണ്ട്.